ഇതുവഴി വന്നപ്പോ എന്താ നോക്കൂ, പാനിപൂരി. ഭയങ്കരമായിട്ട് മിസ് ചെയ്തോണ്ടിരുന്ന ഒരു സംഭവമാണ് മസാലപൂരി, പാനിപൂരി ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഗൈസ്. കമോൺ, ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ. ഇവിടെ എല്ലാ സംഭവം. എനിക്ക് ബേൽപൂരി മതി, കുഞ്ഞിനും നിനക്കും പാനിപൂരി. എനിക്ക് ബേൽപൂരി ഉണ്ടോ? ആ, പാനിപൂരി 2, ഒരു ബേൽപൂരി, ഒരു മസാല. എത്ര നാളായി പാനിപൂരി നമ്മൾ ബേലും പാനിയൊക്കെ മാസങ്ങൾക്ക് ശേഷമാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം നോക്കിക്കേ. നമ്മുടെ ഈ പാനിപൂരി കട വന്നിട്ട് കുട്ടൻലൂർ പോകുന്നിടത്ത് ഹൈലൈറ്റ് മോളിൻ്റെ അടുത്തായിട്ട് വരും ഗൈസ് ഈ ഒരു പാനിപൂരി കട. കുഞ്ഞുട്ടൻ്റെ പാനിപൂരി വന്നിട്ടുണ്ടല്ലോ, കഴിച്ചോ? കുഞ്ഞുട്ടൻ്റെ എങ്ങനെയുണ്ടാ? ടേസ്റ്റ് ഉണ്ടോ? ബാംഗ്ലൂർ പോലെ തന്നെയാണോ? യമ്മിയാണോ? ആ, വൈഗ is also having the same പാനിപൂരി. മധുരമുണ്ടോ? നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവർ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വേറൊരു ഫ്ലേവർ, കൂടുതലും സ്വീറ്റും ഇവിടെ മധുരം കൂടുതലാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റൈൽ ബേൽ ഗൈസ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും വേറൊരു ഫ്ലേവറാണ്. നമ്മുടെ ബേൽപൂരി ഇതല്ല, പക്ഷെ എങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷം. എന്നാ ഇത് കഴിച്ചു നോക്കും. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. വേറൊരു ഫ്ലേവർ. പൊരിയില്ല, ബേൽപൂരി എന്ന് പറയുമ്പോൾ ബേലില്ല. നന്നായിട്ട് മിക്സ് ചെയ്യും ഗൈസ്. മാറിപ്പോയി, അതാണ് മസാലപ്പൂരി ഗൈസ്, ഇതാണ് ബേൽ. സോ ഞാനിനി ബേൽപൂരി ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മുടെ ബേൽ കൊള്ളാം. ഈ ബേലൊക്കെ ഒരുപാടുണ്ട്, എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മൾ മസാലപ്പൂരിയും ബേൽപൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. എന്തായാലും നമ്മുടെ ബാംഗ്ലൂരിൽ അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതൊരു വികാരമാണ് നമ്മുടെ ഗോൽഗപ്പയും മസാലപ്പൂരിയും ഒക്കെ. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.